പങ്കുവയ്ക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നു. ടോബി, വിവരങ്ങൾ ടോബി. നമ്മുടെ വൈക്കം തഹസിൽദാറാണ് എന്നോടൊപ്പം ചേരുന്നത്. സാർ, എങ്ങനെയാണ് ഈ അപകടം നടന്നത്? എന്താണ് ഇപ്പോഴത്തെ ഒരു പാണാവള്ളിയിൽ നിന്നും ഒരു മരണാവശ്യത്തിന് വള്ളത്തിൽ ഒരു 22 പേരോളം ഇവിടെ മരണാവശ്യത്തിന് പാണാവള്ളിയിൽ നിന്ന് വള്ളത്തിൽ നിന്നാണ്. പുഴ വളരെ പ്രക്ഷുബ്ധമായിരുന്നു, കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്ന സാഹചര്യമായിരുന്നു. കാറ്റത്ത് ഈ വള്ളം അപകടത്തിൽപ്പെട്ടു. 19 പേര് നമ്മൾക്ക് ഈ സമീപത്തുള്ള വീടുകളിൽ ഇപ്പോൾ സുരക്ഷിതരായിട്ടുണ്ട്. അവർ വള്ളത്തിൽ നിന്ന് വള്ളം മറിഞ്ഞെങ്കിൽ എല്ലാവർക്കും നീന്തൽ വശമുണ്ടായിരുന്നവരല്ല എങ്കിലും കൂടെ ഉണ്ടായിരുന്നവരുടെ സഹായത്തോടു കൂടി 19 പേര് നമ്മൾ രക്ഷപ്പെട്ടവർ. അപകടങ്ങളൊന്നുമില്ല, അവർക്ക് മറ്റ് പരിക്കുകളൊന്നുമില്ല. അവർ സുരക്ഷിതരായി അവർ നമ്മളെ ഈ വീട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ഒരാൾ മിസ്സിംഗ് ആണ്. കണ്ണൻ എന്ന് സുമേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നെയിം. കണ്ണൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഏകദേശം 42 വയസ്സെന്നാണ് പറഞ്ഞത്. 2 കുട്ടികളുണ്ട്. ഏകദേശം 42 വയസ്സെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ ഇപ്പം വളരെ ഇതായി നടക്കുന്നു. അപ്പുറത്തെ കരയിൽ എത്ര പേര് കയറിയിട്ടുണ്ട്? അപ്പുറത്തെ കരയിൽ 2 പേര് ഉള്ളതായിട്ടാണ് ഇപ്പം നമുക്ക് അനൗദ്യോഗികമായിട്ട് വിവരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരിപ്പുറത്തോട്ട് വരാനായിട്ട് പുഴ കടന്ന് അവരെ കൊണ്ടുവരാനായിട്ട് താൽക്കാലം അവർക്കും ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭയം നിലനിൽക്കുന്നതിനാൽ അവരപ്പുറത്ത് സുരക്ഷിതരായി നിൽക്കുന്നു. മൊത്തം 22 പേരാണ്. 32 പേരാണെന്നാണ് അവരുടെ ഇടയിൽ തന്നെ. അവർക്ക് കൃത്യമായ ഒരു നമ്പർ പറഞ്ഞില്ല എങ്കിലും മറ്റാരും മിസ്സിംഗ് ഇല്ല. അപ്പോൾ അവർ കണ്ടു എന്നാണ് പറഞ്ഞത്. കണ്ണൻ നീന്തി പോകുന്നത്. കണ്ണന് നീന്തൽ വശമുണ്ടായിരുന്ന ആളായിരുന്നാണ് അവർ അറിയിച്ചത്. എന്തായാലും അതാണ് ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് കാണാം, വള്ളങ്ങളിലും അതുപോലെ തന്നെ ബോട്ടുകളിലും എല്ലാം തിരച്ചിൽ നടത്തുകയാണ്. തഹസിൽദാർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 22 പേർ. നേരത്തെ നമ്മൾ ഈ കണക്ക് സംബന്ധിച്ച് എത്ര പേരുണ്ട് എന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ലായിരുന്നു. എന്തായാലും ഔദ്യോഗികമായി തന്നെ നമുക്കത് പറയാൻ സാധിക്കും. 22 പേരാണ് ഈ വള്ളത്തിലുണ്ടായിരുന്നത് എന്നുള്ളൊരു കണക്ക് ഇപ്പോൾ അത് കൺഫേം ചെയ്തിട്ടില്ല എങ്കിലും അങ്ങനെയാണ് തഹസിൽദാർ പറയുന്നത്. അതിലൊരാളാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. 19 പേരാണ് ഇവിടേക്ക് നീന്തി കയറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ആളുകൾക്ക് നീന്തൽ അറിയില്ലായിരുന്നു എങ്കിലും കൂടെ ഉണ്ടായിരുന്ന പലരും നീന്തൽ അറിയാവുന്നവരായതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ കൂടി രക്ഷിച്ച് അവിടെ നിന്നും ഈ പ്രദേശത്തേക്ക് കയറ്റി. പക്ഷേ 2 പേർ അപ്പുറത്തേക്കാണ് നീന്തി കയറിയത്. അവരെയും സുരക്ഷിതരായിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ കാലാവസ്ഥയും അതുപോലെ തന്നെ അടിയൊഴുക്കും എല്ലാമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ എളുപ്പമാർഗം എന്ന നിലയ്ക്കാണ് ഈ വള്ളത്തെ ഇവർ ആശ്രയിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത്. അതായത് കൂടുതൽ ആളുകൾ കയറിയതാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത്.